ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കൊച്ചിൻ കോളേജ് യൂണിയൻ സംഘടിപ്പിച്ച ആർത്തവ കപ്പ് വിതരണവും ബോധവൽക്കരണവും ഹൈബി ഈഡൻ എം.പി. ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ കോളേജ് യൂണിയൻ സംഘടിപ്പിച്ച ആർത്തവ കപ്പ് വിതരണവും ബോധവൽക്കരണവും ഹൈബി ഈഡൻ എം.പി. ഉദ്ഘാടനം ചെയ്തു. ആർത്തവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്ന വിധം നമ്മുടെ സമൂഹം ഇപ്പോഴും വികസിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരം പരിപാടികൾ അത് മറികടക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ക്യാമ്പസാണ്. പശ്ചിമ കൊച്ചിയിലെ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കലാലയമാണ് കൊച്ചിൻ കോളേജ്. കൊച്ചിൻ കോളേജ് എന്താണെന്ന് ചോദിച്ചാൽ, കൊച്ചിൻ കോളേജ് ഈ നാടിൻ്റെ വികാരം ഉൾക്കൊള്ളുന്ന ഒരു കലാലയമാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞത്, ആ കലാലയം വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുന്നു എന്നുള്ളതിൽ എനിക്ക് ഏറെ അഭിമാനവും സന്തോഷവും. ഞാൻ അവരോട് പറയാറുണ്ട്, കപ്പ് ഓഫ് ലൈഫ് എന്ന ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിച്ചത് 3 വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു ഇന്റർനാഷണൽ വിമൻസ് ഡേ 2022 1,00,000 മെൻസ്ട്രുവൽ കപ്പുകൾ ഞങ്ങൾ വിതരണം ചെയ്യും എന്നൊരു അനൗൺസ്മെന്റ്. എഡ്ടെക് കമ്പനിയായ ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്, ആർത്തവ കപ്പ് നിർമ്മാണ കമ്പനിയായ ഫെമിസേഫ് എന്നിവയുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. 750 ആർത്തവ കപ്പുകൾ വിതരണം ചെയ്തു. നെറ്റ് പരീക്ഷയ്ക്കുള്ള പരിശീലനവുമായി ബന്ധപ്പെട്ട ഐപ്ലസ് കോളേജിൽ ഏർപ്പെടുത്തിയ 12 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പിന്റെ പ്രഖ്യാപനവും ഹൈബി ഈഡൻ എം.പി. നടത്തി. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ മൃദുല മേനോൻ, കോളേജ് മാനേജർ തോമസ് വാലാറ്റ്, യൂണിയൻ ചെയർമാൻ മുഹമ്മദ് യാസീൻ, ഐപ്ലസ് സിഇഒ അലൻ ഡെന്നി ജെയിംസ്, ഫെമിസേഫ് കോ-ഫൗണ്ടർ നൗറിൻ ആയിഷ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരു ഓറിയന്റേഷൻ ക്ലാസ് വരെ നടത്തിയിട്ട് ചെയ്യാൻ പറ്റുമുള്ള ചിന്തയിലേക്ക് വന്നപ്പോഴാണ് ഒരു ഉദ്ഘാടനവും അതുപോലെ തന്നെ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സും ഒരു പരിപാടി നമുക്ക് നടത്താവുന്ന ഒരു ചർച്ചയിലേക്ക്, ചിന്തയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അങ്ങനെ ഒരു പരിപാടിയായിരുന്നു നമ്മൾ ഇപ്പോൾ നിലവിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ആദ്യമേ തന്നെ നമ്മുടെ പ്രോഗ്രാം മുഴുവൻ സ്പോൺസർ ചെയ്ത നമ്മുടെ ഐപ്ലസ് സൊല്യൂഷൻ്റെ സിഇഒ ആയ പ്രിയങ്കരനായ അലൻ സാറിനോട് ആർത്തവ കപ്പ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണവും ചടങ്ങിൽ നടത്തി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.